ഹായ്, വെൽക്കം ടു എഗ് ആൻഡ് സ്പൈസ് സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാദിഷ്ടമായ ഒരു ചെമ്മീൻ മാംഗോ കറിയാണ്. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 200 ഗ്രാം ചെമ്മീൻ, അര കഷ്ണം മാങ്ങ, 10 ചെറിയുള്ളി, അരമുറി തേങ്ങ, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും മസാലയും. ആദ്യമായി തൊലി കളഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിയുക. അതിനുശേഷം മാങ്ങ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്യുക. വീണ്ടും തൊലി കളഞ്ഞ ചെറുള്ളി ചെറുതായി കട്ട് ചെയ്യുക. 3 പച്ചമുളക് നീളത്തിൽ അരിയുക. അവസാനമായി തക്കാളി ഒരു മീഡിയം സൈസിൽ അരിയുക. ഒരു ചെറിയ ജാറിലേക്ക് അരമുറി ചിരകിയ തേങ്ങയും, ഒരു പച്ചമുളകും, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 കഷ്ണം മാങ്ങയും ഇട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചു വെച്ച ജാറിലേക്ക് അര ടീസ്പൂൺ നാടൻ മുളക് പൊടിയിട്ട് വീണ്ടും നന്നായി അരക്കുക. അടുത്തത് ഒരു മൺചട്ടി എടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വയ്ക്കുക. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണയിലേക്ക് നന്നായി ചൂടായതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ നന്നായി പൊട്ടിയതിനു ശേഷം അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി ഇട്ട് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കഴുകി വെച്ച കറിവേപ്പിലയും ഇട്ട് നന്നായി ഇളക്കുക. ഉള്ളി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് ഇട്ട് നന്നായി ഇളക്കുക. മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ വേണം ഇളക്കുവാൻ. മുളകിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഒഴിച്ച വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ കാത്തു നിൽക്കുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും മാങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. അരപ്പ് തിളച്ചു വരുമ്പോൾ അതിലേക്ക് ചെമ്മീനിട്ട് ചെറുതായി ഇളക്കി കൊടുക്കുക.
സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് 5 മിനിറ്റ് തിളപ്പിക്കുക. കറി നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കറി ഇറക്കി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ മാംഗോ കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് എളുപ്പത്തിൽ വീട്ടിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്.